ഫിലിപ്പിയ പട്ടണത്തിൽ വന്ന് ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, പ്രസംഗിക്കാൻ, സുവിശേഷം പ്രസംഗിപ്പാൻ പുൽപ്പിറ്റ് നോക്കി, പുൽപ്പിറ്റ് കിട്ടിയില്ല. ഒടുവിൽ പൗലോസ് പുഴവക്കത്ത് നിന്ന് പ്രസംഗിച്ചു. പൗലോസിന് പുൽപ്പിറ്റില്ലെങ്കിലും പ്രസംഗം വരും. ഇന്നത്തെ വലിയ വലിയ പുള്ളിക്കാർക്കൊക്കെ വലിയ പുൽപ്പിറ്റ് വേണം. പാപ്പച്ചൻ പറഞ്ഞ് എന്നെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല, പാപ്പച്ചൻ വിളിക്കാനില്ല. പണ്ട് പാപ്പച്ചാനും ജോയമാമ എന്ന് വിളിച്ച പിന്നെ പിന്നെ വിളിച്ച് നോക്കുന്ന പിന്നെ രണ്ടെണ്ണത്തിനെ വെച്ച് ഞാൻ 2.5 മണിക്കൂർ പ്രസംഗിച്ച ആളാ. ആ രണ്ടെണ്ണം ആയിരുന്നു. പിന്നെ 10-25 വർഷമായെന്ന് കൃപയാലെ നമുക്കിതൊന്നും ഇങ്ങനെയുള്ളതല്ലല്ലോ വിഷയം. ഇങ്ങനെ പടിപടിയായിട്ടല്ലയോ ദൈവം കൊണ്ടുവരുന്നേ. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ദൈവകൃപയാ, നമ്മുടെ കാര്യമല്ല, ദൈവകൃപയാ. സ്തോത്രം. ഇന്നാളൊരുത്തം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച ഇനി സ്റ്റേജ് കിട്ടുകയല്ലെന്ന്. എനിക്ക് മൊത്തം സ്റ്റേജും വേണമെന്ന് പറഞ്ഞാലല്ലോ ഞാൻ നടക്കുന്നത്. നീ എടുത്തോടാ സ്റ്റേജ്, എനിക്ക് സ്റ്റേജും വേണ്ട, മൈക്കും വേണ്ട. നിങ്ങൾ കണ്ട് ഇന്നലെയും നാളെ പരിചയം നടത്താൻ പോയി 5-6 ദൈവദാസന്മാരെല്ലാം കൂടെ ചേർന്ന്. എന്തോ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാലും ഞങ്ങൾ ദൈവദാസന്മാർ കുറച്ച് സഹോദരന്മാരെല്ലാം പാവത്തങ്ങളാണ്. ഞങ്ങൾ 2 ബോട്ടെ കയറിയാണ്ട് ചൂചാട്ടം പറയാൻ തമ്പൂറുമൊക്കെ അടിച്ച് വലിയ സിസ്റ്റം ഒന്നുമില്ല, വലിയ സിസ്റ്റം ഒന്നും ഇല്ലായിരിക്കും നല്ലത്. ബോട്ടെ നടന്ന് ചില സ്ഥലത്തൊക്കെ ഇറങ്ങി ലഘുലേഖയും കൊടുത്ത് പരിചയം വെക്കുന്നത് നമുക്കതറിയാം. അപ്പം ഇനി സ്റ്റേജൊന്നും വേണമെന്ന് വലിയ താല്പര്യമില്ല. സ്തോത്രം. പിന്നെ ആരെങ്കിലും വിളിക്കുകയാന്നേ. പിന്നെ ആശാരി പണ്ട് കോടാലി ഇതിൽ ഒറ്റ ആപ്പിന് കോടാലി ഉറപ്പിച്ചു. അപ്പം നമ്മുടെ വീട്ടിൽ പണിക്ക് വന്നതാണ് ഒരു ആശാരി, നാരായണ ആശാരി. അപ്പോൾ അപ്പുറത്തെ ഞങ്ങളുടെ പിന്നെ വരിയമ്പള്ളിയിലെ ഒരു സഹോദരൻ കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് പുള്ളി ഊണ് കഴിച്ചിരിക്കുക. ഊണ് കഴിച്ചേച്ച് അങ്ങോട്ട് ഇരുന്നപ്പം യവനെ ഒരു കോടാലിയായിട്ട് വന്ന്, കോടാലി അതിൻ്റെ കയ്യും ആയിട്ട് വന്നപ്പം പറഞ്ഞ് ഇത് ഉച്ച സമയത്തല്ലേ വന്ന് ശരിയാക്കി തരാൻ പറഞ്ഞു. അപ്പം നമ്മൾ പണിക്ക് വിളിച്ചാൽ നമ്മുടെ വീട്ടിലെ തച്ച് കൊടുക്കണ്ടതാണ്. അപ്പം യവനെ അതിനിടയിലെ ഒന്ന് ശരിയാക്കാൻ പറഞ്ഞു. ആചാര്യ അതെല്ലാം ചിന്തയിലിട്ടച്ച് കോടാലി കെട്ടി ഒറ്റ ആപ്പിന് ഉറപ്പിച്ചു. ഒറ്റ ആപ്പ്, നല്ല ആശാരി ഒറ്റ ആപ്പിന് ഉറപ്പിക്കും. അറിയാൻ മേലാത്തവനെ ചുറ്റും ആപ്പായിരിക്കും. ഒറ്റ ഊരമ്മ കോടാലിൻ്റെ ഉച്ചയിൽ കിടക്കുക. അപ്പോൾ ഒറ്റ ആപ്പിന് ആശാരി ഉറപ്പിച്ച് ഇന്നെന്ന് പറഞ്ഞോണ്ടേ. അപ്പോൾ ഈ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവൻ 10 രൂപയെങ്കിലും കൊടുക്കണ്ടായോ? ആട്ടെ, നമ്മുടെ കാശിൽ അവൻ പണി നടത്തുക. ആശാരി നാരായണാശാരി എടുക്കണേ. പുള്ളി പറഞ്ഞ കോടാലി ഞാൻ പറഞ്ഞു കൊട്ടുവെടുത്ത് ഇപ്പറൊരാടി. പുള്ളി പറഞ്ഞ ആപ്പ് കയറ്റിയതുപോലെ ഊരാനും എനിക്കറിയാമെന്ന് പറഞ്ഞു. ആ പഠിച്ച് കയറ്റിയതുപോലെ. എടാ, സ്റ്റേജ് ഇല്ലെങ്കിലും പോയി പ്രസംഗിക്കാൻ അറിയാം. സ്തോത്രം. ആരും വിളിച്ചില്ലെങ്കിലും മുക്കവരകളിൽ നിന്ന് വലിയ പ്രസംഗമൊന്നുമല്ല, യേശു രക്ഷിക്കുമെന്ന് വിളിച്ചു പറയും. പിന്നെ സമയം കിട്ടിയാൽ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. പിന്നെ ലഭിക്കുന്ന അവസരമൊക്കെ കാര്യമൊക്കെ കൃത്യം പറഞ്ഞേച്ചേ പോകുള്ളൂ. സ്തോത്രം. അങ്ങനെയൊക്കെയായി പോകുന്നത്. കർത്താവിൻ്റെ മഹത്വം. എല്ലാവരും വിളിക്കണമെന്നും വിളിക്കോന്ന് പറഞ്ഞ് നടക്കുകയാണോ? വിളിക്കാന്നേ പോവും, ഇല്ലേ വേണ്ട. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം, തൃപ്തരായിട്ടിരിക്കാനും വിശന്നിരിക്കാനും എനിക്കറിയാം. അടുത്ത പദമുണ്ട്, ഞാൻ എല്ലാം ശീലിച്ചിരിക്കുക. പ്രസംഗിക്കാൻ പിടിച്ചാൽ പ്രസംഗിക്കും, പാടുകയാണെ പാടും, സ്തോത്രം പറയാനാണ് സ്തോത്രം പറയും. പിന്നെ ഈയിടെ ഞങ്ങളുടെ ഒരു കൊച്ചമ്മ മരിച്ചു, TPM-ലാ കൊച്ചമ്മ മരിച്ചു. അപ്പം ഞാനും അവിടെ ചെന്ന് രാത്രി ഡെഡ് ബോഡി വെച്ചിരിക്കുക. അപ്പം ഞാൻ ചെന്ന് കൊടുത്ത് വിശ്വാസികളെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാ. ചെന്നിരുന്നു. ഈ പരുവത്തിനാണ് ഞാനും അങ്ങോട്ട് പോയത്. അപ്പം എന്നെ ഇങ്ങനെ നോക്കുന്നതൊക്കെ കണ്ട് ഞാനും ചെന്നിരുന്നു. അപ്പം അവിടെ നമുക്ക് ഈ മസിലി പിടുത്തമൊന്നുമില്ല, കൂടെ അങ്ങ് കൂടുക. ദൈവമക്കളല്ലയോ? എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന കാഴ്ചപ്പാട് രക്ഷിക്കപ്പെട്ടതെല്ലാം ദൈവകുഞ്ഞുങ്ങളാണ്, അതിന് വേറെ കൃത്യമൊന്നുമില്ല. ഞാനും അവിടെ ചെന്നിരുന്നാണ്. അപ്പോൾ 5-6 സഹോദരന്മാരിൽ നിന്ന് പാട്ട് പാടുക. അപ്പോൾ പാട്ട് പാടിയപ്പോൾ ഞാനും അവരുടെ കൂടെ പാടി. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പാട്ട് ദിവസം ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അപ്പം വേറൊരു അച്ചായൻ പറഞ്ഞു, കൊടുത്തോ, നമ്മുടെ പാട്ടാ, പുള്ളിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അത് ഞാൻ കേട്ട്, നമ്മുടെ പാട്ടാ കൊടുത്തേക്കാൻ. അവർക്ക് പ്രത്യേക പാട്ട് പുസ്തകമുണ്ട്. ഞാൻ അന്നേരം ചുട്ടുകുത്തി ഇന്ന് ഇതിൽ നിന്ന് മാത്രമേ പാടുകയുള്ളൂ. അന്ന് രാത്രി അതിൽ നിന്ന് മാത്രമാണ് പാടിയത്. ഞാൻ പാടിയ പാട്ട് പോലും അവർക്ക് അറിയാൻ മേലായിരുന്നു. അത് വേറെ കേസ്. പിന്നെ ഞാനൊരു പാട്ട് പാടി, ഇവനേ 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 ക്രിസ്ത ചുര ജഗനി ബന്ധാനെ പാടാൻ പറഞ്ഞിട്ട് തപ്പുക കിടന്നു. അതിൽ പറുദീസിൽ നാഥൻ വാക്ക് ചൊന്ന നരികിൻ സന്തതി ബന്ധാനെ ഇവനേ 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 ക്രിസ്ത ചുര ജഗനി ബന്ധാനെ
നീ കുപിഞ്ഞിവനെ എന്നലറി ശത്രുഗണം ക്രൂശിപ്പാൻ കൊടുത്തു. TPM-കാരുടെ പാട്ടാ. ഞാൻ പറഞ്ഞ അപ്പനോട് പറഞ്ഞ പാടല്ല, അറിയത്തില്ലെന്ന്. അവിടേക്ക് പിന്നെ വേറെ പാട്ട് ഞാൻ പാടി, അതും അപ്പൻ അറിയാൻ മേല. നമുക്ക് എല്ലാം അറിയാന്നുള്ള ധാരണ തെറ്റാ. നമുക്കെല്ലാം അറിയത്തില്ല, എല്ലാം തന്നെ നമുക്കൊന്നും അറിയാൻ മേല. ഈ മസിൽ പിടിച്ചുള്ള ഇരിപ്പും നോട്ടം കൊണ്ട് ഇപ്പൊ ഇയാൾ കാക്കണം തുണിച്ചാൽ പോവന്ന എനിക്ക് നിങ്ങൾക്ക് ഒന്നും അറിയാൻ മേല. ഞാൻ ഒരു പാട്ടുകൂടെ പാടി, അന്നേരം കൈകൊണ്ട് കാണിച്ച് പാടാൻ പറഞ്ഞപ്പോൾ ആകെ ഒരു 10 ആയിട്ടാ വന്നത്. അതെൻ്റെ കയ്യിൽ ഇരിപ്പായിപ്പോയി. ഞാൻ പിന്നെ കൊടുത്തില്ല. യോഗമല്ല പ്രാർത്ഥനയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് കൊടുത്തത്. ഒരു പാട്ടോടെ ഞാൻ പാടി. സൂര്യനെ കണ്ണിഞ്ഞവൾ പാദത്തിൻ ചന്ദ്രനും 12 താരകം പോലുള്ളൊരു മുടി. ഒരു ചെറിയ പെശകുള്ള പാട്ടാ, എന്നാലും സ്തോത്രം പാടി. അതും അറിയാൻ മേല. അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. അത് ഞങ്ങളെല്ലാം കൊണ്ടിരുന്ന് പാടി, ഞാനും പാടി, അവരും പാടി. 1-2 സിസ്റ്റർമാരുണ്ടായിരുന്നു, നല്ല സഹോദരിമാർ, അവരുമൊക്കെ ചേർന്ന് പാടി.